മാട്രിമോണിയൽ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ സ്വാഗതം പറയുന്നതായി കൃഷ്ണേട്ടനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണൂർ എന്ന ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആവുകയാണ്. ഈ ഒരു വർഷത്തിനിടെ പല പല പരിപാടികളും ഗ്രൂപ്പിലൂടെ നടത്തിയതായി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ 2ാം വാർഷിക പരിപാടികൾ അതിനെക്കുറിച്ചൊക്കെ ഗ്രൂപ്പിലും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിൻ്റെ ഓരോ പരിപാടികളും ഗ്രൂപ്പിൻ്റെ മുന്നോട്ടുള്ള ഈ പ്രയാണത്തിലെ ഒരു നല്ല നാഴികക്കല്ലാണ്, പ്രയാണത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾക്ക് പെണ്ണ് കാണാൻ പോകാൻ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇനി. അതുപോലെ ചെക്കനെ കാണാനും വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി അതെല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂരിലുള്ള ആർക്കെങ്കിലും പെണ്ണിനെയോ ആണിനെയോ വേണമെങ്കിൽ ഗ്രൂപ്പിൽ വരാം, അവരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെയുള്ളൊരു സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ, അതായത് മുന്നോട്ടുള്ള ഈ ഒരു വർഷത്തിനിടയ്ക്ക് നമ്മൾ പല പല പരിപാടികളും നടത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ കണ്ണൂർ എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടി നമ്മളെല്ലാവരും എല്ലാ ദിവസവും ബന്ധപ്പെടാറുണ്ട്. നമ്മുടെ വിചാരങ്ങൾ പലപ്പോഴും നമ്മൾ പങ്കുവെക്കാറുമുണ്ട്. കൂടുതൽ ഞാൻ പറയുന്നില്ല, മറ്റു കാര്യങ്ങൾ ജയൻ നിങ്ങളോട് സംസാരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ സുരേഷ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 4-ന് നടക്കാൻ പോകുന്ന പരിപാടിയുടെ കൂപ്പൺ വിതരണവും ഇന്നിവിടെ ഉദ്ഘാടനം നടക്കുന്നതായിരിക്കും. എന്നുവെച്ചാൽ കണ്ണൂർ ഗ്രൂപ്പിനെ ഏറ്റവും വേണ്ടവിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാങ്കേതികമായ സഹായങ്ങൾ ചെയ്യുന്ന സുരേഷ്, സ്വാഗതം പറഞ്ഞ കൃഷ്ണന്മാർ, ഒപ്പം ആദ്യമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. നമ്മുടെ കണ്ണൂർ എന്ന പ്രസ്ഥാനം രവിയേട്ടവും കൃഷ്ണമാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു കൊല്ലമല്ല, ഈ ഓഗസ്റ്റ് 6-ലേക്ക് നമ്മൾ 2 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ബോസിലുള്ള ഓഡിറ്റോറിയത്തിൽ, നമ്മുടെ ക്വാളിറ്റി സർക്കിൾ ഓഡിറ്റോറിയത്തിൽ 250ഓളം പേർ പങ്കെടുത്ത വിപുലമായ സാംസ്കാരിക പരിപാടികളോടെ നിറഞ്ഞുവന്ന സാംസ്കാരിക പരിപാടികളോടെ ഒരു ഫുൾ ഡേ നിറഞ്ഞുന്ന പരിപാടി അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത്. അതിൻ്റെ സംഘാടനത്തിന് നേതൃത്വം നൽകിയ ലീന നമ്പ്യാർ, മഞ്ജുള നമ്പ്യാർ, റാഖി നമ്പ്യാർ തുടങ്ങി സംഗീത് തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പ്രസ്ഥാനത്തിന് ഇത്രയും വലിയൊരു നിലയിലേക്ക് 2 കൊല്ലം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണോ അതിലും കൂടുതൽ നല്ല നിലയിലെത്തിക്കാൻ ഈ കൂടിയിരിക്കുന്നവരിൽ പലരുടെയും കഠിനമായ ശ്രമമുണ്ട് എന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടി നമ്മൾ ഉദ്ദേശിച്ചത് മാട്രിമോണിയൽ സൈറ്റിന്റെ ലോഞ്ചിങ് ആണ്. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞ മാതിരി നമ്മൾ ആരൂഢങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു ദേശത്തിന്റെ ഭാഗമാകാൻ വിധിക്കപ്പെട്ട കേരളത്തിന്റെ ഒരു ജില്ലയായ കണ്ണൂർ ജില്ലയുടെ സാമാന്യ മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. വലിയ നിലയിൽ നിന്ന് വന്നവരല്ല, പലരും ഇവിടെ വന്ന് ചേക്കേറിയവരാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ഇവിടെ കുടിയേറി ഇവിടെ നട്ടെല്ലുകൾ നിവർത്തി നിന്ന് അസ്തിത്വങ്ങൾ വളർത്തിയെടുത്ത നമ്മുടെ തലമുറ വരുന്ന തലമുറക്ക് ഒരു വഴികാട്ടിയായിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മളിവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഈ പരിപാടി ഇന്നിവിടെ ലോഞ്ച് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ കണ്ണൂരിലെ ഭാവി തലമുറക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറക്ക്, ഭാവി തലമുറക്ക് സുരക്ഷിതമായ ഒരു പന്തലൊരുക്കി കൊടുക്കാനുള്ള പരിപാടികളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിൽ വേണ്ട പരിപാടികൾക്ക് അതിന്റെ ടെക്നിക്കൽ ആവശ്യങ്ങൾ സുരേഷ് പറയും. നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് പറയാം, നമ്മളൊരു ഏജൻസി അല്ല. നമ്മൾ മറ്റേ നിങ്ങൾ ഒരുപാട് മാട്രിമോണി നമ്മൾ ടി വി തുറന്നു കഴിഞ്ഞാൽ പല മാട്രിമോണിയുടെ അഡ്വർടൈസ്മെന്റ് കാണാൻ പറ്റും. ഈ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു വെബ്സൈറ്റിലല്ല നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ വേറൊരു സൈറ്റിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് പങ്കാളികളെ തേടുന്നത് അവർക്ക് എപ്പോഴും ആക്സസ് ആണ്.
അവർക്ക് പോയിട്ട് നമ്മളെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും. ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റിൽ അത്ര പേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രയും ആൾക്കാരുടെ ഡീറ്റെയിൽസും. അതിൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ പേര്, വയസ്സ്, അങ്ങനെ മൊഴി, പിന്നെ ഫുഡ് ഹാബിറ്റ്, പാരൻസിൻ്റെ പ്ലേസ്, ജോബ്, ഇങ്ങനെ ഓരോ ആളുടെ എല്ലാ ഡീറ്റെയിലും അതിൽ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് അന്വേഷിക്കാം. അതേപോലെ തന്നെ നമുക്ക് പുതിയൊരാൾക്ക് അതിലേക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഇതിൽ ഗ്രൂപ്പിലുള്ള ചില കോൺടാക്റ്റ് നമ്പർ ഉണ്ട്, അതിലേക്ക് ഡീറ്റെയിൽ അയച്ചു തരിക, ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ ഇല്ല, ഫ്യൂച്ചറിൽ അതും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മോണിറ്ററിങ് ചെയ്യേണ്ടി വരും. അതിന് എന്തെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനല്ലാത്തതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പിന്നീട് ആലോചിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഉള്ള സൈറ്റിലെ പ്രവർത്തനം ഇങ്ങനെയാണ്. മാട്രിമോണിക് ലോഞ്ചിങ് നടന്നിരിക്കുകയാണ്. നമ്മുടെ കണ്ണൂർ കൂട്ടായ്മയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള വിതരണോദ്ഘാടനമാണ് അടുത്ത ഇവിടെ നടക്കാൻ പോകുന്നത്. കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ജയൻ നമ്പ്യാർ ക്യാപ്റ്റൻ സുരേന്ദ്രൻ ജിക്ക് നൽകി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അനിലേട്ടൻ പപ്പേട്ടിന് നൽകിക്കൊണ്ട് രണ്ടാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ വിതരണം. ജോസഫ് കീഴറ. അപ്പം അങ്ങനെ വളരെ നന്നായിട്ട് കാലം കഴിഞ്ഞു പോയവരാണ് ഞങ്ങൾ. ഒരു കുടുംബം മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിതന്മാർ ഒന്നായിട്ട് ഒത്തുകൂടിയിട്ട് വൈകുന്നേരം ആകുന്ന സമയത്ത് അന്നൊന്നും ഈ കള്ളുകുടി അങ്ങനെയുള്ള സംഗതികളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വളരെ ഇതായിട്ട് ഈ സഭ, കലാ, സാഹിത്യം, കേരളത്തിൻ്റെ ചരിത്രം, അത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നടന്നിരുന്നത്. അതിൽ ഞങ്ങൾ നാടകം അഭിനയിക്കലും ആൾക്കാരെ കാണും, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ. ഞാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുരേന്ദ്രൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയറായി പൂനെയിൽ ഒരു 2 കൊല്ലമായി ഒന്ന് സെറ്റിലായി. നിങ്ങളെല്ലാവരുടെയും കൂടെ എന്താ പറയുക, ലാസ്റ്റ് ഇയർ നമ്മുടെ കൂട്ടായ്മ, കണ്ണൂർ കൂട്ടായ്മ, എൻ്റെ വൈഫ് കണ്ണൂർ കരിയറാണ്. അതുകൊണ്ടാണ് ഞാൻ പാലക്കാടായാലും എനിക്ക് കണ്ണൂരോട് ഉള്ളൊരു അറ്റാച്ച്മെൻറ്റ് എൻ്റെ വൈഫാണ് മെയിൻ റീസൺ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ കണ്ണൂർ കൂട്ടായ്മയിൽ കൂടി ഒരു ജഡ്ജ്മെൻ ടോൾഡ് മീ ദാറ്റ് ജാതി, മതം അങ്ങനെ ഒന്നും ഞാൻ നമ്മുടെ പട്ടാളത്തിൽ ഇതില്ല. ഈ മതം അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സംഘടനയായിരുന്നു ഈ കണ്ണൂർ കൂട്ടായ്മ. ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ നോട്ടീസ് ചെയ്തത് അതായിരുന്നു. ജാതി, മതം പറയുന്ന ഒരു ഇല്ല. എല്ലാവരും കൂടി, എല്ലാ കണ്ണൂർക്കാരും, ഒരു കണ്ണൂർ സെറ്റപ്പ് എല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു കൂട്ടായ്മ ആയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷപ്പെട്ടു. വെരി ഹാപ്പി ഐ വാസ് ദാറ്റ് ഐ എക്സ്റ്റെൻഡ് ദാറ്റ് താങ്ക്സ് ടു മിസ്റ്റർ ജയേട്ടൻ, because he was instrumental in telling me you must come and attend. അതുകൊണ്ട് കുറേ കണ്ണൂർക്കാരോട് പരിചയപ്പെട്ടു, കണ്ണൂർ ആൾക്കാരായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തു. എനിക്ക് പറയാനുള്ളത്, ഇന്ന് പിന്നെയും ഞാൻ ഒരു കൂട്ടായ്മയിൽ വന്നു, പിന്നെയും കണ്ണൂർ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്തു. നമ്മുടെ കണ്ണൂർ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് ഞാൻ പറയേണ്ട ഒന്നുമില്ല, പലരും ധാരാളം എല്ലാ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നമ്മുടെ കണ്ണൂർ കൂട്ടായ്മയുടെ ഈ സംഗമത്തിന് അർപ്പിക്കുന്നു. പിന്നെ കാര്യങ്ങളൊന്നും പറയാനില്ല.
എല്ലാവർക്കും വലിയ ആശംസകൾ അർപ്പിക്കുന്നു. എല്ലാവിധ സഹായ സഹകരണങ്ങളും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് കൂട്ടായ്മയ്ക്കും ഇനി വരാൻ പോകുന്ന സാംസ്കാരിക വിരുന്നിനും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു. വേണമെന്ന് കവിലേക്ക് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ മാട്രിമോണി ഇനോഗ്രേഷൻ ഈ പ്രോഗ്രാം ലോഞ്ചിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ ഈ പൂനെയിൽ വന്നിട്ട് മലയാളി കൂട്ടായ്മ ഒരുപാട് കേട്ടപ്പോൾ പെട്ടെന്ന് ഒരു കണ്ണൂർ ഗ്രൂപ്പ് നേട്ടരും ഞങ്ങളും ഭയങ്കര ത്രില്ലിലായിരുന്നു അന്ന് ആ ഒരു പ്രോഗ്രാം ഞങ്ങൾ കാണാൻ പോയത്. അപ്പോൾ ജസ്റ്റ് ഒരു റെഗുലർ നമ്മുടെ മലയാളി അസോസിയേഷനൊക്കെ പ്രോഗ്രാം കാണുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ പങ്കെടുക്കുക. ഒരു പ്രോഗ്രാമൊക്കെ കാണാം എന്നുള്ള രീതിയിൽ ഒരു പ്രേക്ഷകൻ ജസ്റ്റ് എന്നുള്ള രീതിയിലൊന്ന് പോയി കാണാം എന്നൊക്കെ പ്രതീക്ഷിച്ച് ഞങ്ങൾ വന്നായിരുന്നു. അങ്ങനെ വന്ന് ഞങ്ങളെല്ലാവരുമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മ, എല്ലാവരുമായിട്ടൊരു ഞങ്ങളൊരു കുടുംബത്തിലെത്തിയ പോലെയുള്ളൊരു ഗ്രൂപ്പ് അങ്ങനെയുള്ള ആയി ഞങ്ങളെ ആ ഒരു ജസ്റ്റ് ഒന്ന് വന്നു പോകാന്നില്ല എന്നിപ്പോൾ ഞങ്ങൾ ആ ഒരു കുടുംബത്തിൽ തന്നെ അങ്ങ് കയറി പറ്റി. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മൾ പറയാലോ, കണ്ണൂരിലെ ആൾക്കാർ നമ്മളെ കണ്ണൂരുകാരാപ്പാ. നമ്മുടെ ഈ പരിപാടിക്ക് വന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി വരുന്ന പരിപാടി ഓഗസ്റ്റ് 4-നാണ്. അപ്പോൾ ഓഗസ്റ്റ് 4-നുള്ള പരിപാടിക്ക് നമ്മളപ്പോൾ എല്ലാവരും സഹായിക്കണം. അപ്പോൾ ഇവിടെ കണ്ണൂരിൻ്റെ മാട്രിമോണിയൽ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും എൻ്റെ ഭാഗത്ത് നിന്ന് അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന 2ാം വാർഷികം ഓഗസ്റ്റ് 4-ന് അതിന് എല്ലാവിധ ആശംസകളും എൻ്റെ ഭാഗത്തുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് താങ്ക് യു, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മുടെ 1ാം വാർഷികത്തിന് വേണ്ടി എല്ലാവരും ഒത്തുചേർന്നതാണ്. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, എല്ലാവരും കൂടി കാണും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് എല്ലാവരും കൂടി 2ാം വാർഷികം അടിച്ചു പൊളിക്കാം. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത മാട്രിമോണി സൈറ്റിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ തുടങ്ങുകയാണ്. അതായത് ഇവിടെ സന്നിധരായിട്ടുള്ള എല്ലാ പ്രമുഖർക്കും നമ്മുടെ കണ്ണൂരിൻ്റെ ഇന്നത്തെ ഈ ചടങ്ങിനായിട്ട് ലോഞ്ചിങ് സെറിമണി, അതായത് മാട്രിമോണി ലോഞ്ചിങ് സെറിമണിക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രമുഖർക്കും നമ്മുടെ കമ്പനിയുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. ഇനി വരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിച്ചേർന്ന പ്രമുഖ വ്യക്തികളായിട്ടുള്ള UN പൊതുവാള് ക്യാപ്റ്റൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുരേന്ദ്ര സാറ്, എല്ലാവർക്കും പ്രത്യേകിച്ച് 1-2 പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പേരുകൾ എല്ലാവരുടെയും പേര് പറയുന്നില്ല. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ പ്രോഗ്രാമിന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ തരണം ഇന്നുകൂടി ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ഇനി വരുന്ന 2ാം വാർഷികം പൂർവാധികം ഭംഗിയോടുകൂടി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്നും ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം.